Hi everyone. ഇന്ന് നമ്മൾ ഒരു സ്പെഷ്യൽ ഡിഷ് ആക്കാൻ പോകുന്നത്. അതിന്റെ പേര് മട്ടൻ കബ്സയാണ്. നിങ്ങൾ ഉണ്ടാക്കിക്കോ. നമ്മൾ ഉണ്ടാക്കുന്ന പോലെ ഈ റെസിപ്പി ഫോളോ ചെയ്തിട്ട് ആക്കിക്കോ. ഇത് വളരെ ടേസ്റ്റി ഫുഡാണ്. നെക്സ്റ്റ് കുക്കറിൽ ഓയിൽ ഇടാൻ, കുക്കിംഗ് ഓയിൽ. പിന്നെ ഹോട്ട് ആയാൽ 1 ഓണിയൻ ചോപ്പ് ചെയ്തിട്ട് ഇടാൻ. പിന്നെ മിക്സ് ചെയ്യാൻ, ഫ്രൈ ചെയ്യാൻ. ഡാർക്ക് ബ്രൗണും ഗോൾഡനും ആയാൽ എടുക്കാൻ, പ്ലേറ്റിൽ വെക്കാൻ. ഇനി നമ്മൾ സെയിം കുക്കറിൽ 2 സ്ലൈസ്ഡ് ഓണിയൻ ആഡ് ചെയ്യണം. 2 ആഡ് ചെയ്യണം. ഇനി നമ്മൾ ആഡ് ചെയ്യേണ്ട സിനമൺ സ്റ്റിക്ക്, കാർഡമം ആൻഡ് ക്ലോവ്സ്. ഇനി ബ്ലാക്ക് പെപ്പർ ആഡ് ചെയ്യണം. നമ്മൾ മിക്സ് ചെയ്യണം നല്ലോണം. മിക്സ് ചെയ്തോണ്ടിരിക്കാൻ. ഇനി നമ്മൾ കുറച്ച് സോൾട്ട് ആഡ് ചെയ്യാൻ. അതിൻ്റെ ശേഷം കുറച്ച് ഒരു ചിക്കൻ സ്റ്റോക്ക് ആഡ് ചെയ്യാൻ. പിന്നെ മിക്സ് ചെയ്യാൻ. മിക്സ് ചെയ്തിട്ട് ഗാർലിക് ജിഞ്ചർ പേസ്റ്റ് ഇടാൻ. പിന്നെ ഒന്നുകൂടിയും മിക്സ് ചെയ്യാൻ. പിന്നെ സ്ലോലി അതിൻ്റെ ഉള്ളിൽ മട്ടൻ പീസ് ഇടാൻ. മട്ടന് ആഡ് ചെയ്യാൻ, എല്ലാ മട്ടനും. പിന്നെ ഫുള്ള് മിക്സ് ചെയ്യാൻ. മസാല എല്ലാം സ്പ്രെഡ് ആക്കാൻ മിക്സ് ചെയ്യുക. നല്ലോണം മിക്സ് ആയ ശേഷം നമ്മൾ കുറച്ച് വെള്ളം റെഡിയാക്കി വെക്കാൻ. ആ വെള്ളം ഈ പാത്രത്തിൽ ഒഴിക്കാൻ. ഇനഫായിട്ട് വെള്ളം ഒഴിച്ചാൽ മതി. ഇനി സോൾട്ട് ആഡ് ചെയ്യാൻ. അധികം സോൾട്ട് ആഡ് ചെയ്യണ്ട, ബിക്കോസ് ചിക്കൻ സ്റ്റോക്കിൽ ഓൾറെഡി ഉണ്ടാവും കുറച്ച്. ഇനി ലിഡ് ക്ലോസ് ചെയ്യുക, കുക്ക് ചെയ്യാൻ ഫുള്ള്. ഇനി ഇപ്പോൾ കൂട്ടുന്നു. ഇപ്പം കുക്കറില്ല ഫുള്ള് 4 ടൈംസ് അടിച്ചാൽ that means the mutton is ready. So ഓപ്പൺ ചെയ്തിട്ട് നമ്മൾ മട്ടൻ മാത്രം എടുത്തിട്ട് നമ്മൾ ബൗളിൽ മൂവ് ചെയ്യാൻ. ഗ്രേവി മാത്രം സെപ്പറേറ്റ് ആക്കാൻ. അടുത്ത സ്റ്റെപ്പ് മാരിനേഷൻ. ഇനി അതിന് വേണ്ടിയിട്ട് നമുക്ക് എന്തെല്ലാം വേണ്ടത്? കേർഡ്, റെഡ് ചില്ലി പൗഡർ, ടർമറിക് പൗഡർ, സോൾട്ട്. അത്രയാണ് വേണ്ടത് സ്ക്രീനിൽ എഴുതിന്. ഇനി നമ്മൾ അതെല്ലാം കൂടിയിട്ട് മിക്സ് ചെയ്യാണ്. നല്ലോണം മിക്സ് ചെയ്യാൻ, ഒരു പേസ്റ്റ് ആവുന്ന വരെ മിക്സ് ചെയ്തുകൊടുക്കാൻ. ഇനി ആ പേസ്റ്റ് മട്ടൻ്റെ മുകളിൽ അപ്ലൈ ചെയ്യാണ്. മാക്സിമം മട്ടൻ്റെ എല്ലാ സൈഡിലും ഈ പേസ്റ്റ് സ്പ്രെഡ് ചെയ്യണം, ഫുള്ളാക്കണം. പിന്നെ ഒരു പാനിൽ കുക്കിംഗ് ഓയിൽ ഇടാൻ. ഇനി മട്ടന് ഫുള്ള് ഫ്രൈ ചെയ്യാൻ ഇടാൻ.
candles. ഇനി മറിച്ചിടാൻ. Once the mutton is ready, keep it aside. ഇനി നമ്മൾ ഒരു പാൻ എടുത്തിട്ട് അതിൻ്റെ ഉള്ളിൽ കുക്കിംഗ് ഓയിൽ ആഡ് ചെയ്യണം. ഇനി നമ്മൾ വലിയ ജീരകം ആഡ് ചെയ്യണം. അത് കഴിഞ്ഞിട്ട് നമ്മൾ ചെറിയ ജീരകം ആഡ് ചെയ്യണം. ഇനി നമ്മൾ 3 ചോപ്പ് ടൊമാറ്റോ ആഡ് ചെയ്യണം. നല്ലോണം മിക്സ് ചെയ്യാൻ. ജെന്റലി. Please subscribe. ഇനി നമ്മൾ 6 ഗ്രീൻ ചില്ലി ഇടണം. ചോപ്ഡ് ആയിട്ടല്ല. ഇനി നല്ലോണം മിക്സ് ചെയ്യണം. After that, we need to put red chili powder, coriander powder and turmeric powder. എത്ര ഇടണ്ട അവിടെ കാണിച്ചിന്, സ്ക്രീനിൽ കാണിച്ചിന്. ഇനി അതെല്ലാം കൂടിയിട്ട് നല്ലോണം മിക്സ് ചെയ്യണം. നല്ലോണം മിക്സ് ചെയ്ത ശേഷം ലിഡ് ക്ലോസ് ചെയ്യണം. കുറച്ച് നേരം ഓപ്പൺ ചെയ്യാൻ ലിഡ്. Give a good mix. Then keep it aside. അടുത്ത സ്റ്റെപ്പ് റൈസ് ഉണ്ടാക്കാൻ. ഇനി മട്ടൻ ഗ്രേവി ആഡ് ചെയ്യാൻ. നമുക്ക് 3 കപ്സ് ആണ് ഉണ്ടായത്. അടുത്തത് വാട്ടർ 3 കപ്സ് ആഡ് ചെയ്യണം. ശരിക്കും 6 കപ്സ് ആഡ് ചെയ്യണം ടോട്ടലി. ബിക്കോസ് നമ്മൾ 4 കപ്സ് റൈസ് ആണ് ഉണ്ടാക്കുന്നത്. നേരത്തെ ടൊമാറ്റോ ആഡ് ചെയ്യണം. പിന്നെ സ്പൂൺ കൊണ്ട് മിക്സ് ചെയ്യാനും ഫുള്ള് മിക്സ് ചെയ്യാനും. ഇങ്ങനത്തെ കളറും വന്നാൽ നമ്മൾ സോൾട്ട് ഇടും. പിന്നെ ഒന്നുകൂടി മിക്സ് ചെയ്യും. ലിഡ് ക്ലോസ് ചെയ്തിട്ട് ബോയിൽ ചെയ്യാനും വെക്കാം. ഇനി ലിഡ് ഓപ്പൺ ചെയ്യാം. ഈ സെയിം മിക്സ്ചറിൽ 1.5 ടേബിൾ സ്പൂൺ ഗീ ആഡ് ചെയ്യാൻ. ഗീ ആഡ് ചെയ്ത് കഴിഞ്ഞാൽ നല്ലോണം മിക്സ് ചെയ്യാം. അത് ബോയിൽ ചെയ്ത് കഴിഞ്ഞാൽ റൈസ് 4 കപ്സ് ഇടാൻ. റൈസിൻ്റെ ഡിസ്ക്രിപ്ഷൻ സ്ക്രീനിലുണ്ട്. റൈസ് ഫുള്ള് ഇട്ട ശേഷം നമ്മൾ കുറച്ച് മിക്സ് ചെയ്യും. മിക്സ് ചെയ്തിട്ട് ഇതിൻ്റെ ലിഡ് ക്ലോസ് ചെയ്യും. ഗ്രേവി ഡ്രൈ ആയാൽ ലിഡ് ഓപ്പൺ ചെയ്യാൻ. പിന്നെ നമ്മൾ ഒരു സ്പൂൺ എടുത്തിട്ട് ചോറ് മറിച്ചിടും. മിക്സ് ചെയ്തിട്ട് ലിഡ് ക്ലോസ് ചെയ്യാൻ. ക്ലോസ് ചെയ്തിട്ട് 10 മിനിറ്റ്സിന് ലോ ഫ്ലെയിമിൽ വെക്കാൻ. ഇനി റൈസ് റെഡിയാണ്. ടേൺ ഓഫ് ദ ഫ്ലെയിം. ഇനി കൊറിയാണ്ടർ ലീവ്സ് ചോറിൻ്റെ മുകളിൽ സ്പ്രിങ്കിൾ ചെയ്യാൻ. ഇനി
മറിച്ചിട്ടിട്ട് മിക്സ് ചെയ്യാൻ. കീപ് ഓൺ മിക്സിങ്. നല്ലോണം മിക്സ് ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾ ഫ്രൈ ചെയ്ത മട്ടന് അതിന് മുകളിൽ വെക്കുക. എല്ലാ മട്ടനും വെച്ച് കഴിഞ്ഞാൽ ഫ്രൈഡ് ഓണിയന് സ്പ്രിങ്കിൾ ചെയ്യാം. എന്നിട്ട് കൊറിയാൻഡർ ലീവ്സും സ്പ്രെഡ് ചെയ്യാൻ. ടെൻ മിനിറ്റ്സ് ലിഡ് ക്ലോസ് ചെയ്യാം. ഫ്ലെയിം വേണ്ട. ആഫ്റ്റർ 10 minutes the kabsa is ready. ദീദി നല്ല ടേസ്റ്റ് ഉണ്ടായിക്കില്ലേ? ഇത് നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു. നിങ്ങളെല്ലാവരും ട്രൈ ചെയ്യണം.